ജനവിധിക്ക് ശേഷം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണി നേതാക്കൾ. പ്രാഥമിക വിലയിരുത്തലിൽ എറണാകുളം ജില്ലയിൽ മികച്ച വിജയം നേടുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. ജനഹിതം രേഖപ്പെടുത്തി കഴിഞ്ഞതോടെ ഇനി കൂട്ടിക്കിഴിക്കലുകളിലാണ് മുന്നണികൾ. തങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞ വോട്ടുകൾ വിലയിരുത്തിയുള്ള പരിശോധന. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ സമൂല മാറ്റത്തിനൊപ്പം NDA എറണാകുളം ജില്ലയിൽ മികച്ച നേട്ടം കൈവരിക്കുമെന്നാണ് BJPയുടെ പ്രതികരണം. കഴിഞ്ഞ കോർപ്പറേഷനിൽ BJPക്ക് ഉണ്ടായിരുന്ന 2 സീറ്റാണ്. ആ 2 സീറ്റിൽ നിന്ന് ഈ പ്രാവശ്യം ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് 2 അക്കത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു വലിയ സന്തോഷകരമായിട്ടുള്ള സൂചന കൊച്ചിൻ കോർപ്പറേഷനകത്തുണ്ട്. മറ്റ് പഞ്ചായത്തുകളിലേക്കും വാർഡുകളിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ പറവൂർ മുനിസിപ്പാലിറ്റി, അതേപോലെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി, അവിടെയൊക്കെ വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള ഒരു മാറ്റത്തിനുള്ള സാധ്യതകൾ കാണും. പോളിംഗ് ശതമാനത്തിലെ കുറവ് കൊറോണ കാരണമാണെന്നും UDFന്റെ വിജയത്തെ ഇത് ബാധിക്കില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. പോളിംഗ് പെർസെൻറ്റേജിലുണ്ടായ കുറവ് UDFന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനെ ബാധിക്കില്ല. അതിൻ്റെ പ്രധാന കാരണം COVID-19 ഒരു വലിയ ഭാഗമായി മാറിയിട്ടുണ്ട്. അതിൽ കോവിഡ് ബാധിച്ചവരും ക്വാറന്റൈനിൽ കിടന്ന ചില ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ മടിച്ചിട്ടുണ്ട്. ജില്ലയിൽ കുറവുണ്ടായത് UDF വോട്ടുകളിലാണെന്നും കോർപ്പറേഷനിൽ വിജയം ഉറപ്പാണെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതികരണം. ഞങ്ങളുടെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ധാരാളം റബൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം വോട്ടുകൾ പോൾ ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ ആരുടെ വോട്ടാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? UDFൻ്റെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊച്ചി നഗര ഭരിക്കും എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രചാരണ ബോർഡുകളും പോസ്റ്ററുകളും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നീക്കം ചെയ്തു തുടങ്ങി. ഇനി ജനമനസ് ആർക്കൊപ്പമെന്നറിയാൻ കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. ജനം, കൊച്ചി.